Hi everyone, Business Buzz Plus ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ SBI നെറ്റ് ബാങ്കിങ്ങിന്റെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസർ നെയിം മറന്നു പാസ്വേഡ് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു യൂസർ നെയിം ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റീസെറ്റ് ചെയ്ത് നമുക്ക് രണ്ടും ഓക്കെ ആക്കി ലോഗിൻ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ SBIന്റെ സാധാരണ നെറ്റ് ബാങ്കിങ് വെബ്സൈറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർഗോട്ട് യൂസർ നെയിം ഓർ പാസ്വേഡ് ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം യൂസർ നെയിം ഇൻ കേസ് നിങ്ങൾ മറന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഗോട്ട് യൂസർ നെയിം അടിക്കാം, എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. അതിനുശേഷം പാസ്ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് CIF നമ്പർ കിട്ടും. ഇതൊരു കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. നിങ്ങളുടെ പാസ്ബുക്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും CIF നമ്പർ. അപ്പോൾ ആ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺട്രി നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ക്യാപ്ച കോഡ് കൂടെ നൽകുക. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTPയും കൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലോഗിൻ യൂസർ നെയിം എന്താണെന്നുള്ളത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ യൂസർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഈ ഒരു യൂസർ നെയിം അവരെ അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ യൂസർ നെയിം കിട്ടി. ഇനി നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ വീണ്ടും ഫോർഗോട്ട് യൂസർ നെയിം ഓർ ലോഗിൻ പാസ്വേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫോർഗോട്ട് മൈ ലോഗിൻ പാസ്വേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ യൂസർ നെയിം നേരത്തെ നമുക്ക് കിട്ടിയല്ലോ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ കൺട്രി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇന്ത്യ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്യാപ്ച കോഡ് കൂടി നൽകാം. ഇനി നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ പോലെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് OTP വന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ടു റീസെൻഡ് ദി OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. എനിക്കിപ്പോൾ ഇവിടെ എന്തായാലും OTP വന്നിട്ടുണ്ട്, ഞാനത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് റീസെറ്റ് ചെയ്യാം നെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് ചെയ്തിരുന്ന സമയത്ത് പ്രൊഫൈൽ പാസ്വേഡ് ചെയ്യാമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടും റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ് ബ്രാഞ്ചിനെ സമീപിച്ചുകൊണ്ടും റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ATM കാർഡ്സ് ഈ ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ് ഉണ്ട്, അത് സെലക്ട് ചെയ്തു. കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാർഡിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്പയറി ഇയറും അതുപോലെ മന്തും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡിൻ്റെ പിൻ നമ്പറാണ് വേണ്ടത്, അല്ലാതെ ATMൻ്റെ കാർഡിൻ്റെ ബാക്കിലുള്ള CVV നമ്പറല്ല വേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മുടെ ക്യാപ്ച കോഡ് കൂടെ നൽകാം. എന്നിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീൻ മാറുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ പേജ് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യാനോ ഒന്നും പോകണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ ലഭിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയ ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിനിമം 8 ക്യാരക്ടേഴ്സും മാക്സിമം 20 ക്യാരക്ടേഴ്സുമുള്ള ഒരു ഡിജിറ്റും ഒരു ആൽഫബറ്റും ഒരു സ്പെഷ്യൽ ക്യാരക്ടറുമുള്ള ഒരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ പുതിയ ലോഗിൻ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതേ ലോഗിൻ പാസ്വേഡ് തന്നെ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആദ്യം അടിച്ചതും രണ്ടാമത് അടിച്ചതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് രണ്ടും കറക്റ്റായ രീതിയിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലോഗിൻ പാസ്വേഡ് നമ്മൾ റീസെറ്റ് ചെയ്തു എന്നുള്ള മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. ചിലപ്പോൾ എറർ കാണിക്കും, തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായി തന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ യൂസർ നെയിം അറിയുന്നതും അതുപോലെ ലോഗിൻ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.